ഏറ്റവും ധനികനായ ക്രിക്കറ്റ് താരമാരാണ് സച്ചിൻ തെണ്ടുൽക്കർ, MS ധോണി, വിരാട് കോഹ്ലി. പേരുകൾ ഒരുപാടുണ്ടാകും. പക്ഷേ ഇന്ത്യക്ക് വേണ്ടി കളിക്കാത്ത എന്നാൽ ഡൊമസ്റ്റിക്കിൽ കളിച്ചിട്ടുള്ള IPLൽ പരിചയമുള്ള ഒരാളാണത്. പേര് ആര്യമാൻ വിക്രം ബിർള. ആദിത്യ ബിർള ഗ്രൂപ്പ് ചെയർമാൻ കുമാർ മംഗലം ബിർളയുടെ മകൻ. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിലെ ഗ്ലാമർ ടീമായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ പുതിയ ചെയർമാൻ. IPL ക്രിക്കറ്റിന്റെ പുതിയ സീസൺ കൊടികയറാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് രണ്ട് വൻ ഡീലിംഗ് നടന്നത്. IPLന്റെ ഭാഷയിൽ പറഞ്ഞാൽ സോൾഡ് ഔട്ട്. രണ്ട് റോയൽ ടീമുകളെ വൻവിലയ്ക്ക് സ്വന്തമാക്കി. IPLലെ ആദ്യത്തെ ചാമ്പ്യൻസായ രാജസ്ഥാൻ റോയൽസിനെ 15,290 കോടി രൂപയ്ക്ക് കൽസൊമാനിയുടെ നേതൃത്വത്തിലുള്ള കൺസോർഷ്യം സ്വന്തമാക്കി. മണിക്കൂറുകൾക്ക് ശേഷം IPL ചരിത്രത്തിലെ ഏറ്റവും വിലയേറിയ കൈമാറ്റവും നടന്നു. നിലവിലെ ചാമ്പ്യന്മാരും IPLൽ ഏറ്റവും അധികം ആരാധകരുമുള്ള റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിൻ്റേത്. ആദിത്യ ബിർള ഗ്രൂപ്പ് നേതൃത്വം നൽകുന്ന കൺസോർഷ്യമാണ് RCBയുടെ മുഴുവൻ ഓഹരികളും സ്വന്തമാക്കിയത്. ഏകദേശം 16,706 കോടി രൂപയ്ക്ക്. മധ്യരാജാവ് വിജയ് മല്യയിൽ നിന്ന് 2016 RCBയുടെ ഉടമസ്ഥാവകാശം USL സ്വന്തമാക്കിയത്. ബ്രിട്ടീഷ് മദ്യ കമ്പനിയായ ഡിയാജിയോയുടെ ഇന്ത്യൻ ഉപകമ്പനിയാണ് യുണൈറ്റഡ് സ്പിരിറ്റ്സ് അഥവാ USL. മല്യയുടെ ബിസിനസ് തകർന്നതോടെ യുണൈറ്റഡ് സ്പിരിറ്റ്സ് ലിമിറ്റഡ് ഡിയാജിയോയുടെ കീഴിലെത്തുകയായിരുന്നു. ഇതോടെ RCBയുടെ ഉടമസ്ഥാവകാശവും അവർക്ക് കൈവന്നു. മദ്യത്തിന്റെ പരസ്യമായിരുന്നു IPL ടീം വാങ്ങുന്നതിലൂടെ വിജയ് മല്യ അന്ന് ലക്ഷ്യമിട്ടത്. എന്നാൽ കായിക വേദികളിൽ മദ്യത്തിന്റെയോ പുകയിലയുടെയോ പരസ്യങ്ങൾ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ നിയമം വന്നതോടെ മല്യയുടെ പ്ലാനുകളെല്ലാം പൊളിഞ്ഞു. ഡിയാജിയോയുടെ പ്രധാന ബിസിനസ് കായിക മേഖലയല്ല. അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങൾക്കായി പണം അധികം മുടക്കുന്നതിൽ കമ്പനിയുടെ ഓഹരി ഉടമകളിൽ ചിലർക്ക് എതിർപ്പുണ്ട്. ടീം നടത്തിപ്പിനായി വൻതുക ചെലവഴിക്കുന്നതിനോടും ഓഹരി ഉടമകൾ കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തി. ഇതാണ് വിൽപ്പനയിലേക്ക് നയിച്ചത്. ചാമ്പ്യന്മാരായി നിൽക്കുന്ന സാഹചര്യത്തിൽ ബ്രാൻഡ് മൂല്യം കുത്തനെ കൂടിയ സാഹചര്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് വിൽപ്പന വേഗത്തിലാക്കിയത്. പ്രതീക്ഷിച്ച പോലെ റെക്കോർഡ് തുകയ്ക്ക് RCBയുടെ വിൽപ്പനയും നടന്നു. ആദിത്യ ബിർള, ടൈംസ് ഓഫ് ഇന്ത്യ എന്നിവർക്കൊപ്പം ബോൾട്ട് വെഞ്ചേഴ്സ്, ബ്ലാക്ക് സ്റ്റോൺ എന്നിവർ കൂടി ഉൾപ്പെട്ട കൺസോർഷ്യമാണ് RCBയെ ഇനി നിയന്ത്രിക്കുക. ചെയർമാൻ സ്ഥാനത്ത് ആര്യമാൻ വിക്രം ബിർളയുടെ പേര് കേട്ടതോടെ ചർച്ചകൾ മുഴുവൻ പിന്നെ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയായി. രാജസ്ഥാൻ റോയൽസിൽ 30 ലക്ഷത്തിന് കളിച്ച സഞ്ജു സാംസണൊപ്പം ഒരുമിച്ച് ഫീൽഡ് ചെയ്ത അതേ ആര്യമാൻ വിക്രം ബിർള തന്നെ. ആദിത്യ ബിർള ഗ്രൂപ്പ് ചെയർമാൻ കുമാർ മംഗലം ബിർളയുടെ മകനായ ആര്യമാൻ വെറുമൊരു വ്യവസായി മാത്രമല്ല, പ്രൊഫഷണൽ ക്രിക്കറ്റർ കൂടിയായിരുന്നു. IPLൽ അടക്കം കളിച്ച ക്രിക്കറ്റർ. IPLൽ രാജസ്ഥാൻ റോയൽസിന്റെ താരമായിരുന്നു ആര്യമാൻ ബിർള. 2018 IPL മെഗാലേലത്തിൽ 30 ലക്ഷം രൂപയ്ക്കാണ് രാജസ്ഥാൻ റോയൽസ് ആര്യമാനെ ടീമിലെടുത്തത്. സഞ്ജു സാംസൺ അന്ന് ആ രാജസ്ഥാനിലുണ്ടായിരുന്നു. ചില മത്സരങ്ങളിൽ പകരക്കാരന്റെ റോളിൽ ഫീൽഡിങ്ങിനിറങ്ങിയതൊഴിച്ചാൽ ആര്യമാന് കാര്യമായ അവസരം ലഭിച്ചില്ല. അടുത്ത സീസണിന് മുന്നോടിയായി രാജസ്ഥാൻ അദ്ദേഹത്തെ റിലീസ് ചെയ്യുകയും ചെയ്തു. ആഭ്യന്തര ക്രിക്കറ്റിൽ മധ്യപ്രദേശിന് വേണ്ടിയാണ് ആര്യമാൻ കളിച്ചത്. ഇപ്പോഴത്തെ RCB ക്യാപ്റ്റൻ രജത് പട്ടിദാറിനും വെങ്കടേഷ് അയ്യർക്കുമെല്ലാം ഒപ്പം മധ്യപ്രദേശിനായി ഒരുമിച്ച് കളിച്ചിട്ടുണ്ട് ആര്യമാൻ. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ കളിച്ചത് 9 മത്സരങ്ങൾ, 1 സെഞ്ചുറിയും അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടെ 414 റൺസും. ഏകദിന ഫോർമാറ്റിൽ 3 മത്സരങ്ങളിൽ നിന്ന് 36 റൺസും നേടി. എന്നാൽ 2019 ആര്യമാൻ ക്രിക്കറ്റിൽ നിന്ന് ഇടവേളയെടുത്തു. ട്വിറ്ററിലൂടെയായിരുന്നു ഇടവേള എടുക്കുന്ന കാര്യം എല്ലാവരെയും അറിയിച്ചത്. ശേഷം ബിസിനസ്സിലേക്ക് തിരിഞ്ഞു. 2023 ആര്യമാനെയും സഹോദരി അനന്യയെയും ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഡാസിം ഇൻഡസ്ട്രീസിന്റെ ഡയറക്ടർമാരായി നിയമിച്ചു. ഇപ്പോൾ ബിർള ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലുള്ള കൺസോർഷ്യം RCBയുടെ പുതിയ ഉടമകളായതോടെ ചെയർമാനായി ആര്യമാൻ വരികയാണ്. ടൈംസ് ഗ്രൂപ്പിന്റെ സത്യൻ ഗജ്വാനിയാണ് വൈസ് ചെയർമാൻ. ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റ് താരം ചെയർമാനായി വരുന്നത് RCBയുടെ ഭാവി പദ്ധതികൾക്ക് വൻ മുതൽക്കൂട്ടാകും. ആര്യമാനൊപ്പം മധ്യപ്രദേശിൽ ഒരുമിച്ച് കളിച്ച രജത് പട്ടിദാറാണ് RCBയുടെ ഇപ്പോഴത്തെ ക്യാപ്റ്റൻ. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനൊപ്പം രാജസ്ഥാന്റെ കൈമാറ്റത്തിലും ഒരു സംഭവമുണ്ടായി. രാജസ്ഥാൻ റോയൽസിന്റെ വൻ കൈമാറ്റത്തിൽ ക്രിക്കറ്റ് ഇതിഹാസം ഷെയ്ൻ വോണിന്റെ കുടുംബത്തിനും ഒരു തുക ലഭിക്കും. ചെറിയ തുകയൊന്നുമല്ല, ഏകദേശം 450 കോടി രൂപ. 2008 പ്രഥമ IPL സീസണിൽ രാജസ്ഥാൻ റോയൽസിനെ നയിച്ചത് ഷെയ്ൻ വോൺ ആയിരുന്നു. രാജസ്ഥാനുമായുള്ള കരാർ പ്രകാരം പ്രതിഫലത്തിന് പുറമെ ഫ്രാഞ്ചൈസിയുടെ 0.75% ഓഹരിയും വോണിനുണ്ടായിരുന്നു. 4 സീസണുകളാണ് വോൺ കളിച്ചത്. ഇതോടെ 3% ഓഹരികളായി. ഇതോടെയാണ് വർഷങ്ങൾക്ക് ശേഷം ടീമിന്റെ വിൽപ്പന നടന്നപ്പോൾ വൻതുക അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ലഭിച്ചത്. ഈ IPL സീസണിന് ശേഷമാണ് പുതിയ കൺസോർഷ്യം ഉടമസ്ഥാവകാശം ഏറ്റെടുക്കുക.
അങ്ങനെയെങ്കിൽ ബോണിന്റെ കുടുംബത്തിന് ഓഹരികൾ വിറ്റ് പണം സ്വന്തമാക്കാം. 18 വർഷം മുമ്പ് ഒപ്പുവെച്ച ഒരു കരാറാണ് ബോൺ മരിച്ച ശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കോടികളുടെ നേട്ടമുണ്ടാക്കി കൊടുക്കുന്നത്.